ഇരിക്കൂ. രാവിലെ തന്നെ വിളിപ്പിച്ചത് ഒരു പ്രധാനപ്പെട്ട കാര്യം പറയാനാണ്. അടുത്ത മാസമാണ് സന്തോഷ് ട്രോഫി എന്നറിയാലോ. അറിയാം സർ. ഇപ്പറയുന്ന ട്രോഫി നമുക്ക് കിട്ടിയിട്ടുള്ളൂ അടുത്ത കാലം 19 വർഷം മുമ്പ്. കഴിഞ്ഞ 19 കൊല്ലമായി നമ്മളത് മൈതാനത്തിന്റെ കരയിലിരുന്ന് കാണുമായിരുന്നു അല്ലേ? ഫൈനലിലൊക്കെ എത്തുന്നുണ്ട്. ഇത്തവണ കേരളം സന്തോഷ് ട്രോഫിയിൽ മുത്തമിടുന്ന ഒരു പടം പത്രത്തിൽ കാണാൻ എനിക്കൊരാഗ്രഹം. ശ്രമിക്കാം സർ. ശ്രമിക്കാമെന്ന് പറയാൻ താൻ ഇവിടം വരെ വരണ്ടായിരുന്നു. കാര്യങ്ങളിൽ ശക്തമായൊരു തീരുമാനമെടുക്കാൻ കഴിയുന്നവരെ മാത്രമേ ജനങ്ങൾ ലീഡർ എന്ന് വിളിക്കൂ. തന്നിൽ നല്ലൊരു നേതാവുണ്ടെന്ന് എനിക്ക് തോന്നി. താങ്ക് യു സർ. ഐ വിൽ. ഗുഡ്. ഓൾ ദി ബെസ്റ്റ് ക്യാപ്റ്റൻ. ഒരു മാച്ചിൽ മിനിമം 10 കിലോമീറ്റർ ഓടുന്നുണ്ടാവും ഒരു കളിക്കാരൻ. ഈ ഓട്ടത്തിനിടയിൽ മുഴുവൻ ഒരൊറ്റ ചിന്ത അയാൾക്കുണ്ടാവും: ജയം. സ്വന്തം പോസ്റ്റിലേക്ക് ഗോള് വീഴാതെ നോക്കുന്നത് ഗോളിയുടെ മാത്രം ചുമതലയല്ല, അയാൾ അവസാന നീക്കത്തിന്റെ കാവൽക്കാരൻ മാത്രമാണ്. സ്വന്തം ഗോൾ വല ചലിക്കാതെ നോക്കേണ്ടത് കൂടെ കളിക്കുന്ന ഓരോ പ്ലെയറിന്റെയും ചുമതലയാണ്. ആത്മവിശ്വാസം മാത്രമേ നമുക്കുള്ളൂ. അത് തന്നെയാണ് നമ്മുടെ കരുത്തം. ഒരു കളിക്കാരൻ ഓടുന്നത് വെറുമൊരു പന്തിന്റെ പുറകെ മാത്രമല്ല, ഒരു ജനതയുടെ മുഴുവൻ സ്വപ്നത്തിന്റെ പുറകെയാണ്. അത് ഓർമ്മ വേണം. ഇത്തവണ നിങ്ങൾ ചെറുപ്പക്കാർ മാത്രമുള്ള ഒരു ടീം വേണമെന്ന് വാശി പിടിച്ചത് ഞാനാ. പക്ഷെ നിങ്ങൾ ഈ കളിയിൽ ജയിക്കുമ്പോൾ ജയിക്കുന്നത് എന്റെ വാശിയല്ല, നിങ്ങളുടെയൊക്കെ കരുത്ത. പിന്നെ നിങ്ങളെയൊക്കെ തേടി പിടിച്ച ശ്രീധരൻ കോച്ചിന്റെ വിജയവും. 83-ലെ നാഷണൽ മീറ്റിൽ അഴിഞ്ഞുപോയ ബൂട്ടാണ് നമ്മുടേത്. ഇത്തവണ നാണം കെട്ട തോൽവിക്ക് നമ്മൾ പകരം ചോദിക്കണം. ഇല്ലെങ്കിൽ കേരള പോലീസില് മിടുക്കന്മാരില്ലാന്ന് ഇന്ത്യ മുഴുവൻ അങ്ങ് ധരിച്ചു കളയും. ഗോവയാണ് ഇത്തവണ നമ്മുടെ എതിരാളികൾ. കരുതിയിരിക്കണം. നമ്മുടെ ഓരോ നീക്കങ്ങളും അറിയാവുന്നവര് ഇത്തവണ ടീമിലുണ്ട്. റെഡി ബോയ്സ്? ഞാൻ വീട്ടിൽ പോയി. രാവിലെ തന്നെ ഇറങ്ങിയല്ലേ? കോയമ്പത്തൂർക്കല്ലേ? കയറി, ഞാൻ ടൗണിലൂടെ. വേണ്ട, ഇന്നലെ എൻഗേജ്മെന്റ് കഴിഞ്ഞ സ്ഥിതിക്ക് ഇന്ന് വണ്ടിയിലേക്ക് കയറാം. വീട്ടുകാരല്ലേ നിശ്ചയിച്ചിട്ടുള്ളൂ. അതെന്താ താനല്ലേ മുതലോട്ടെ? അത് വീട്ടുകാർ നിർബന്ധിച്ച് പെട്ടുന്നേ ഉള്ളൂ. അപ്പോൾ അനക്ക് പിടിച്ചില്ലേ? അതും നീ നടുറോട്ടിൽ വെച്ച് പറയേണ്ട കാര്യമല്ലല്ലോ. ഈ ബിടെക് എന്ന് പറയുന്നത് ഇത്ര ചാടക്കുള്ളതൊന്നുമില്ല. അത് ശരിയാ. പന്ത് പെറുക്കി നടക്കുന്നതിൻ്റെ അത്രയും വരില്ല. വെറുതെ പന്ത് പെറുക്കി നടക്കുന്നതല്ല, ഞാൻ ഇന്ത്യൻ ടീമിൻ്റെ പ്ലെയറാണ്. എനിക്കറിയുന്ന ഇന്ത്യൻ ടീം ദേ അവരാ. ഭാവിയിൽ ഇന്ത്യൻ ടീം ക്യാപ്റ്റൻ്റെ ഭാര്യ ആവണ്ടാണ്. ഈ കളി മാത്രം കണ്ടാൽ പോരാ. ഈ മോതിരം ഞാൻ ഇപ്പം നിങ്ങളുടെ കയ്യിൽ ഊരി തരണോ അതോ വീട്ടിലേക്ക് കൊടുത്തു വിടണോ? എന്തെന്നാ? ഏയ് ഒന്നുമില്ല. എന്താണ്? തന്നെ എപ്പോഴും കാണാൻ വേണ്ടിയിട്ടാണോ തന്നെ ക്യാപ്റ്റൻ നമ്മുടെ ഗ്രൗണ്ടിൽ തന്നെ പ്രാക്ടീസ് വെച്ചത്? ഒന്ന് പോടി. നീ നടന്നോ, ഞാൻ വന്നോളാം. കോയമ്പത്തൂരിൽ
48ാമത് സന്തോഷ് ട്രോഫിയുടെ ആദ്യ സെമി ഫൈനൽ മത്സരത്തിന് അരങ്ങൊരുങ്ങുന്നു. കേരളം നേരിടുന്നു. കഴിഞ്ഞ 4 തവണ സന്തോഷ് ട്രോഫിയുടെ ഫൈനലിൽ എത്തിയിട്ടും കിരീടം കൈവിട്ടുപോയ കേരളം ഇതാ മറ്റൊരു സെമി ഫൈനലിന് കോപ്പുകൊട്ടുന്നു. കരുത്തരുമായ ബംഗാളിനെതിരെയാണ് VP സത്യൻ നയിക്കുന്ന കേരളം, വട്ടപ്പറമ്പ് സത്യൻ നയിക്കുന്ന കേരളം ഇന്റർനാഷണലുകളുടെ കരുത്തുറ്റ താര നിബിഡമായ നിരയുമായി കേരളം ഇറങ്ങുന്നു. VP സത്യൻ, മുരുകേഷ്, മാത്യു, അജിത് കുമാർ, പാപ്പച്ചൻ, അഷീം, ഹമീദ്, ശിവദാസ് തുടങ്ങിയ ഒരു പിടി പ്രതിഭാധനരായ താരങ്ങളുമായി കേരളം ഇറങ്ങുന്നു ബംഗാളിനെതിരെ. ദബാഷിഷ് മുഖർജിയാണ് ബംഗാളിന്റെ ഗോൾ പോസ്റ്റിൽ. സത്യജിത്ത് ചാറ്റർജി നയിക്കുന്ന ബംഗാളാണ് ഇന്ന് ആദ്യ സെമി ഫൈനലിൽ കേരളത്തെ എതിരിടുന്നത്. ഏറ്റവും വലുത് ഈ നിരവധി ഇന്ത്യൻ ഇന്റർനാഷണലുകൾ ഷറഫ് അലിയും VP സത്യനും ഇതാദ്യമായി സന്തോഷ് ട്രോഫിയുടെ കളിക്കളത്തിൽ മുഖാമുഖം വരുന്നു എന്ന ചരിത്രം കുറിക്കുന്ന മത്സരം കൂടിയാകുന്നു ഇത്. കേരളത്തിന്റെ ചരിത്രത്തിലെ ഏറ്റവും മികച്ച 2 ഫുട്ബോളർമാർ VP സത്യനും ഷറഫ് അലിയും. മുൻ കേരള പോലീസ് താരങ്ങൾ ഷറഫ് അലി, മുൻ കേരള പോലീസ് താരങ്ങൾ. ബംഗാളിന്റെ മെറൂൺ ജേഴ്സിയിൽ ഷറഫ് അലി, സാക്ഷ്യം വഹിക്കുന്നത്. സന്തോഷ് ട്രോഫിയുടെ ചരിത്രത്തിലെ ഏറ്റവും കരുത്തുറ്റ 2 ടീമുകൾ ബംഗാളും കേരളവും. നിരവധി ആരാധകരാണ് കേരളത്തിൽ നിന്നും അതിർത്തി കടന്ന് പ്രോത്സാഹിപ്പിക്കുന്നതിന് വേണ്ടി, ഈ മത്സരം കാണുന്നതിന് വേണ്ടി നെഹ്റു സ്റ്റേഡിയത്തിൽ എത്തിയിരിക്കുന്നത്. ആവേശകരമായ മത്സരം പുരോഗമിക്കുകയാണ്. സത്യന്റെ ഹെഡറാണ്, ഉയർന്നു ചാടി കെട്ടിയാനുള്ള സത്യന്റെ ശ്രമമാണ്. കേരളത്തിന്റെ സൈഡ് ബെഞ്ചിൽ നമുക്ക് അവിടെ കാണാം നിരവധി താരങ്ങൾ. ഹബീബ് റഹ്മാൻ, മെഹബൂബ്, റജീസൺ ഉൾപ്പെടെയുള്ള താരങ്ങൾ. TA ജാഫറെ കാണാം നമുക്കവിടെ. കേരളത്തെ പരിശീലിപ്പിക്കുന്നു. ആവേശകരമായ മത്സരം പുരോഗമിക്കുകയാണ്. കേരളം ആദ്യമായി സന്തോഷ് ട്രോഫി നേടിയ സമയത്ത് കേരളത്തിന്റെ താരമായിരുന്ന TA ജാഫറാണ് ഈ സന്തോഷ് ട്രോഫിയിൽ കേരളത്തെ പരിശീലിപ്പിക്കുന്നത്. വീണ്ടും ഷറഫ് അലിയുടെ മുന്നേറ്റമാണ്. വലതു വിങ്ങിൽ നിന്നും അദ്ദേഹം അത് സെന്ററിലേക്ക് മറിച്ചു നൽകുന്നു മനോരഞ്ജൻ ഭട്ടാചാര്യക്ക്. മനോരഞ്ജന്റെ മുന്നേറ്റമാണ്. 2 കേരള താരങ്ങളെ മറികടന്ന് ബോക്സിന്റെ തൊട്ട് മുന്നിലേക്ക് എത്തുന്നു മനോരഞ്ജൻ. അദ്ദേഹത്തിന്റെ വലതു ഭാഗത്തേക്കാണ് അദ്ദേഹത്തിന്റെ പാസ് പോകുന്നത്. ബോക്സിനുള്ളിൽ ഷറഫ് അലി. സത്യന്റെ പ്രതിരോധ ശ്രമമാണ്, സത്യന്റെ ടാക്ലിംഗ് ആണ്. ഷറഫ് അലിയുടെ മുന്നേറ്റം തടയാനുള്ള VP സത്യന്റെ ശ്രമം ഒരു ഫൗളിൽ കലാശിച്ചിരിക്കുന്നു. കേരളത്തിന്റെ സെൻട്രൽ ബാക്ക് ക്യാപ്റ്റൻ VP സത്യൻ, അദ്ദേഹത്തിന്റെ ഫൗൾ. ഷറഫ് അലിക്കെതിരെ റഫറിയുടെ ചൂണ്ടുവിരൽ. പെനാൽറ്റി സ്പോട്ടിന് നേരെ നീളുന്നു. കേരളം ഒരു പെനാൽറ്റി കൺസീഡ് ചെയ്തിരിക്കുകയാണ് മത്സരത്തിന്റെ ആദ്യ പകുതിയിൽ തന്നെ. ബംഗാളിന് അനുകൂലമായി ഷറഫ് അലിയുടെ ഒരു മുന്നേറ്റത്തെ ചെറുത്ത് നിൽക്കാനുള്ള ക്യാപ്റ്റൻ സത്യന്റെ ശ്രമം ഒരു പെനാൽറ്റിയിൽ കലാശിക്കുന്നു. കേരളത്തിനെതിരെ പെനാൽറ്റി വിധിക്കപ്പെട്ടിരിക്കുകയാണ് മത്സരത്തിന്റെ ആദ്യ പകുതിയിൽ. ഈ മത്സരത്തിൽ മുന്നിലെത്താൻ കേരളത്തിനെതിരെ ഈ സെമി ഫൈനലിൽ ആദ്യ ഗോൾ നേടാൻ ബംഗാളിന് സുവർണ അവസരം കൈവന്നിരിക്കുകയാണ്. പെനാൽറ്റിയാണ് ബംഗാളിന് ലഭിച്ചിരിക്കുന്നത് മത്സരത്തിന്റെ ആദ്യ പകുതിയിൽ. മുർഷിദ് തയ്യാറെടുക്കുന്നു. ഇവിടെ നമുക്ക് കാണാം വികാസ് പാഞ്ചിയും കിഷാനുടെ അടക്കമുള്ള താരങ്ങളൊക്കെ റീബൗണ്ടിന് വേണ്ടി കാത്തിരിക്കുകയാണ് ചീറ്റപ്പുലികളെ പോലെ. മുർഷിദാണ് ജേഴ്സി നമ്പർ 7 ബംഗാളിന്റെ പെനാൽറ്റി എടുക്കുന്നത്. മുർഷിദിന്റെ കിക്ക് വലതു ഭാഗത്തേക്കാണ്. മുർഷിദ് ആ പന്ത് പ്ലേ ചെയ്യാൻ ശ്രമിച്ചത്. ഗോളി ശിവദാസ് മുഴുനീളം ഡൈവ് ചെയ്തു, പക്ഷെ പന്ത് വെളിയിലേക്ക് പോകുന്നു. കേരള ക്യാമ്പിന് ആശ്വാസം. കേരള സംസ്ഥാനത്തിനാകെ ടെലിവിഷനിൽ മത്സരം കാണുന്ന എല്ലാ മലയാളികൾക്കും ആശ്വാസം എന്ന് പറയേണ്ടിയിരിക്കുന്നു. സ്കോർ ബോർഡ് ഇപ്പോഴും കേരള 0, ബംഗാൾ 0. കേരളം രക്ഷപ്പെടുന്നു. എല്ലാ അർത്ഥത്തിലും ഒരു പെനാൽറ്റി ബംഗാൾ നഷ്ടപ്പെടുത്തിയിരിക്കുന്നു. ആദ്യ പകുതിയിൽ അനുകൂലമായി കിട്ടിയ പെനാൽറ്റി മുർഷിദ് നഷ്ടപ്പെടുത്തിയിരിക്കുകയാണ്. ബംഗാളിന്റെ മുന്നേറ്റമാണ്. സത്യജിത്ത് ചാറ്റർജിയാണ് പന്തുമായി പ്രതിരോധ നിരയിൽ നിന്നും അത് ബാബു മണിക്ക് കൈമാറുന്നു. ബാബുവിന്റെ പാസാണ് പന്തുമായി. ബാബു മണിയുടെ മുന്നേറ്റമാണ്. മനോരഞ്ജൻ ഭട്ടാചാര്യ കിഷാനുടേക്കാണ് കൈമാറുന്നത് പന്തുമായി. കിഷാനുടയുടെ മുന്നേറ്റമാണ്. കിഷാനുടെ ഒറ്റയ്ക്ക് മറികടക്കാൻ ശ്രമമാണ്. തൊട്ട് മുന്നിൽ VP സത്യൻ വന്ന് ടാക്കിൾ ചെയ്യുന്നു. കിഷാൻ